സാർ ഇന്ന് വളരെ വിഷമത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയാണ് എൻ്റെ ദിവസം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഒരു 4 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊല്ലുന്നു എന്നൊരു വാർത്ത ആദ്യം ഈ മറുനാടനിൽ വാർത്തയായി വായിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴും ഭയങ്കര വേദനയായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ എന്തിനാണ് അമ്മ അങ്ങനെ ചെയ്തതെന്നൊരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ അറിയുന്നത് ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കുട്ടി അതിക്രൂരമായി പീഡനത്തിനിരയായിരുന്നു എന്നാണ്. ലൈംഗിക പീഡനത്തിനിരയാവുന്നു. അത് അന്വേഷണത്തിനൊടുവിലെത്തുന്നത് അച്ഛൻ്റെ നേരെ ഇളയ സഹോദരനാണ് പീഡിപ്പിച്ചത്. അയാളൊരു കൺസ്ട്രക്ഷൻ തൊഴിലാളിയാണെന്ന് മനസ്സിലാവുന്നു. അമ്മയ്ക്ക് മാനസിക രോഗമുണ്ടെന്ന് ചിത്രീകരിച്ച് അമ്മ കൊച്ചിനെ നേരത്തെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ആ മൂത്ത കുട്ടീനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ അച്ഛൻ ഈ കൊലപാതകത്തെ നിസ്സാരവൽക്കരിക്കുക. അന്നൊക്കെ ഞങ്ങൾ ഈ ഡെസ്കിലിരുന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞൊരു സാധനമുണ്ട്, ഇവർക്കൊന്നും മനുഷ്യരല്ലേ, ആർക്കും ഒരു കരച്ചിലില്ലല്ലോ. എൻ്റെ കുട്ടിയാണ് അല്ലെങ്കിൽ എൻ്റെ വളരെ അടുത്ത ബന്ധപ്പെട്ട ഒരാളാണ് മരണപ്പെട്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. എൻ്റെ മാനസികാവസ്ഥ എങ്ങനെയായിട്ടുണ്ടാവും? ഇവരെല്ലാം ക്യാമറയുടെ മുന്നിൽ വന്ന് വളരെ നോർമലായി സംസാരിക്കുന്നു. മരണപ്പെട്ട കുട്ടിയുടെ അമ്മയെ ബ്ലെയിം ചെയ്യുന്നത് മാത്രമാണ് കണ്ടത്. അത് സാർ എനിക്കതിൽ ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം, കുട്ടി പീഡനത്തിനിരയായത് സ്വന്തം വീട്ടിൽ വെച്ചാണ്. സ്വന്തം വീട്ടിൽ പോലും നമ്മുടെ മക്കളൊന്നും സുരക്ഷിതരല്ലേ സാർ? എന്ത് വിശ്വസിച്ചാണ് കുട്ടികളെ വളർത്തേണ്ടത്? ശരിക്കും പറഞ്ഞാൽ കേരളം സുരക്ഷിതമല്ലാതായിരിക്കും. അതായത് നമ്മൾ എവിടെയാണ് സുരക്ഷിതത്വം തേടേണ്ടത്? ഭരണം നമ്മളെ സുരക്ഷിതത്വം നൽകുന്നില്ല. നമ്മുടെ ജനങ്ങൾ, സുഹൃത്തുക്കൾ, കുടുംബ ബന്ധുക്കൾ, നാഥൻ, ഇവരാരും നമുക്ക് സുരക്ഷിതത്വം തരുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണ്? സ്നേഹമില്ലാത്ത ഭരണം, സ്നേഹമില്ലാത്ത കുടുംബം, സ്നേഹമില്ലാത്ത സുഹൃത്ത്, സ്നേഹമില്ലാത്ത വിവാഹം, സ്നേഹമില്ലാത്ത സെക്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണം. അതിൽ ഏറ്റവും എനിക്ക് വിഷമം തോന്നിയത് നമ്മുടെ ഈ നാട്ടിൽ സ്നേഹമെന്ന് പറയുന്നത് അന്യം വന്നു പോയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. ഈ കേരളത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഞാൻ റെസിഡൻസ് അസോസിയേഷൻ 5000 റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്നു കേരളത്തിൽ. അപ്പോൾ എത്ര വീടുകളുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കും. ഞാൻ അവിടെ ആൾക്കാർ പലരുമായി ഇടപഴകിയ ഒരാളെന്നുള്ളതിൽ എനിക്കറിയാം, കേരളത്തിൽ കുടുംബങ്ങളിൽ സ്നേഹമന്യം വന്നു പോയിരിക്കും. സ്വാർത്ഥ ചിന്തകളാണ് നമ്മളെ കുടുംബത്തിൽ പോലും നയിക്കുന്നത്. ആ കുടുംബത്തിൽ എങ്ങനെ നമുക്ക് സുരക്ഷ ലഭിക്കും? അപ്പോൾ സ്നേഹമില്ലാത്ത ഇടമായി കേരളം മാറിയോ? ഇതാണ് ചോദ്യം. ഇതിൽ നമുക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം, എൻ്റെ സഹോദരിക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടീനെ ഒരു 8 വർഷം വയസ്സും അല്ലെങ്കിൽ 6-7 വയസ്സ് കഴിഞ്ഞാൽ മുതൽ നമ്മൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ പഠിപ്പിക്കുകയും എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പം ചേച്ചി ഇരുത്തി വർത്തമാനം പറയുകയും എല്ലാ കാര്യങ്ങളും എന്നോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പെൺകുട്ടിയാണ്. പക്ഷേ ഈ കുട്ടിക്ക് എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച്, അല്ലെങ്കിൽ ആരാണ് ചുറ്റുമുള്ളത്, എന്താണ് ഓർമ്മകൾ, തന്നെ അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാക്കാത്ത, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരു വ്യക്തി. 4 വയസ്സെന്ന് പറയുന്നത് അത്ര വളരെ ചെറിയൊരു പ്രായമാണ്. എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലൊരു കുട്ടിക്ക് ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വേദനാജനകമാണ്. അത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് സംഭവിക്കുമ്പോൾ അതിനേക്കാൾ വേദനയുണ്ട്. അതിൽ ഈ വാർഡ് കൗൺസിലറുടെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. അപ്പോൾ ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയെ ഇതിനു മുൻപ് വാർഡ് കൗൺസിലർ കൗൺസിലിങ്ങിന് വിധേയമാക്കിയത്രേ. അപ്പോൾ ഈ സ്ത്രീ ഇവരോട് പറഞ്ഞത് അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരും ഈ പെൺകുട്ടിയോട് അമിതമായ വാത്സല്യം കാണിക്കുമായിരുന്നു പോലും. അപ്പോൾ ഈ അമിതമായ വാത്സല്യത്തിനകത്ത് എന്തൊക്കെയോ മോശപ്പെട്ട കാര്യങ്ങളുണ്ടെന്ന് ഈ പെണ്ണ് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. അതായിരിക്കാം ഒരു പക്ഷേ ട്രിഗർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഈ 4 വയസ്സുകാരി പീഡനത്തിനിരയായോ? അത് കുട്ടിയുടെ ശരീരത്തിൽ പാടുകളുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഉൾപ്പെടെ കുട്ടി പാത്രമായിട്ടുണ്ടെന്ന രീതിയിൽ വാർത്തകൾ വരും. അപ്പം ഈ കുട്ടി ഇത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് സ്വന്തം അച്ഛനും അമ്മയ്ക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞതിന് ശേഷം അവർ മറച്ചു വെച്ചതാണോ? അമ്മ എന്തുകൊണ്ടത് റിപ്പോർട്ട് ചെയ്തില്ല? കൗൺസിലിംഗ് വേളയിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? അത് ഈ അമ്മ ഒന്നും സംസാരിക്കുന്നില്ല. അവർക്കെന്തോ കുറച്ച് കഴിവുകൾ കുറവുള്ള, പരിമിതികളുള്ളൊരു സ്ത്രീ എന്ന രീതിയിലാണ് അവരെ ചിത്രീകരിക്കുന്നത്. അമ്മ ഒന്നിനും മറുപടി പറയുന്നില്ല. അച്ഛനോടുള്ള വീട്ടുകാരോടുള്ള ദേഷ്യം തീർക്കാനാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞതെന്നൊരു അമ്മ പറയുന്ന ഒരു സിറ്റുവേഷൻ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എനിക്കൊരു കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകുന്ന നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് ഒരു കുട്ടി ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ആ കുട്ടീനെ കൊണ്ടുവരുന്നുണ്ടാകുമ്പോൾ ചില ആളുകളൊക്കെ വീട്ടിൽ അതിഭീകരമായ വഴക്കുകൾ പിടിക്കുകയും കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് തല്ലും ബഹളവും ഉണ്ടാക്കുകയും, അച്ഛൻ മദ്യപിച്ചു വരുന്നു, അമ്മ അച്ഛനെ പ്രാകുന്നു, വീട്ടിൽ അടിയും ബഹളവും നടക്കുന്നു. ഇനി ഇതൊരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണെങ്കിൽ
കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി വരുമാനമൊക്കെ ഉള്ളിടത്ത് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടെങ്കിലും അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ വരുന്നു. കുട്ടികളൊരു ബാധ്യതയായി മാറുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. കുട്ടികൾ വേണോ വേണ്ടയോ എന്നുള്ള ഒരാളുടെ വ്യക്തിയുടെ തീരുമാനം. പക്ഷേ കുട്ടീനെ കൊണ്ടുവന്നത് നമ്മൾ ഭൂമിയിൽ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ കൊണ്ടുവരുന്നൊരു കാര്യമാണ് കുട്ടി എന്ന് പറയുന്നത്. മറ്റുള്ള മൃഗങ്ങൾക്കൊക്കെ പോലെയല്ല. ഒരു മനുഷ്യക്കുട്ടി പൂർണ്ണ വളർച്ച എത്താതെയാണ് പ്രസവിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ന്യൂബോൺ ബേബിയുടെ തല ഉറയ്ക്കുന്ന തന്നെ മാസങ്ങൾ എടുത്തിട്ടാണ്. അതായത് മറ്റൊരാളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രം അതിജീവിക്കാൻ പറ്റുന്ന കഴിവുകളെ ഒരു മനുഷ്യജീവനുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നൊരു കുട്ടിയെ അവർക്ക് വേണ്ടാതെ ഉണ്ടാക്കുകയാണോ എന്ന് പോലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടോ. എന്തിനാണ് കുട്ടി ഇപ്പോൾ പലയിടങ്ങളിലും ചില കുട്ടികൾ മാതാപിതാക്കളൊക്കെ കുട്ടികളില്ലാത്ത മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ വാർത്തകൾ കാണും. അതായത് കുട്ടികളെ ആഗ്രഹിക്കുന്നവർക്കൊട്ട് കുട്ടികളെ കിട്ടുന്നുമില്ല, എന്നാൽ കിട്ടിയവർക്കൊട്ട് കുട്ടികളെ വേണ്ട, അല്ലെങ്കിൽ കിട്ടിയ കുട്ടികളെ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതി. ഇതിപ്പോൾ കുട്ടി പീഡനം സഹിച്ചു, ആ കുട്ടി വേദന എടുത്തിട്ടുണ്ടാവും, ആ കുട്ടി മരണപ്പെട്ടു, അല്ലെങ്കിൽ കൊന്നുകളയുന്നു. ആ കുട്ടിയുടെ തലയ്ക്കൊരു ക്ഷതമേറ്റിട്ടാണ് മരണം സംഭവിക്കുന്നത്. എടുത്തെറിഞ്ഞ സമയത്ത് എവിടെയും തലയിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ശ്വാസകോശത്തിൽ മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട്, ദേഹത്തെമ്പാടും പാടുകളുണ്ട്. അങ്ങനെ തുടർച്ചയുള്ള പരിശോധനയാണ് പീഡനം ഉണ്ടെന്നറിയുന്നത്. എന്തൊരു വിഷമകരമായ, തങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ഈ കുടുംബാവസ്ഥകളിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അത് കുട്ടികൾ വേണ്ട എന്ന് വെച്ചാൽ നേരത്തെ കൂട്ടുകുടുംബങ്ങളായിരുന്നു, അണുകുടുംബങ്ങളായി, ഇപ്പോൾ ഒരു കുട്ടി മാത്രമാവുന്നൊരു സാഹചര്യം. ഇപ്പം എൻ്റെ ചോയ്സ് എന്ന് വെച്ചാൽ എനിക്ക് കുട്ടികളെ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളെ എനിക്ക് വ്യക്തിപരമായി അറിയാം. അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് വരുന്നു. കുട്ടികളെ എങ്ങനെയാണ് സത്യത്തിൽ വളർത്തിയെടുക്കേണ്ടതെന്ന കാര്യത്തിൽ പോലും ബോധമില്ലാത്ത ആളുകളാണ് കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് തോന്നിയിട്ടില്ലേ എന്നുള്ളതാണ്. വിവാഹത്തിൻ്റെ മൂല്യം സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്ന് നമുക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് നമ്മൾ പലപ്പോഴും അതിനെ സ്നേഹം കൊടുത്ത് വളർത്താൻ നമുക്ക് സമയം കിട്ടാറില്ല, ചിലർക്ക് അതിനെ അറിയില്ല. ഇതൊക്കെയാണ് പലയിടത്തും പറ്റുന്ന കുഴപ്പം. അതിനോടൊപ്പം തന്നെ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നിമിഷം അവർ പ്രത്യേകം താമസിക്കണം. ഒരു മുറിയായാലും മതി, അവർ രണ്ടുപേരും പ്രത്യേകമായിട്ട് താമസിക്കണം. ഈ കൂട്ടുകുടുംബം, ഇപ്പോൾ ഇവിടെ ആൺവീടെന്നാണ് ഈ വീടിൻ്റെ പേരെന്ന് തോന്നുന്നു, ആണുങ്ങൾ മാത്രമുള്ള വീട്, സഹോദരന്മാർ മാത്രമുള്ളൊരു വീട്. അപ്പോൾ അവർക്ക് ഇതെല്ലാം ഒരു പുതുമയാണ്. നമ്മുടെ സെക്സിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ നമുക്ക് വളരെ വികലമാണ്. ഈ കുടുംബ അന്തരീക്ഷങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ്റെ അഭാവം. ഇപ്പോൾ ഇനി എന്തെങ്കിലും തരത്തിലുള്ളൊരു സെക്സ് ഐഡൻറ്റിറ്റി ഇയാൾക്ക് ഉണ്ടെങ്കിൽ, അതായത് ജെൻഡർ ഐഡൻറ്റിറ്റി ഇയാൾ ജനിച്ചത് പുരുഷനോ സ്ത്രീയോ ആയിരിക്കാം, ചിലപ്പോൾ ട്രാൻസ്ജെൻഡർ ആവാനുള്ള മാനസികാവസ്ഥയാണെന്ന് വെച്ചാൽ ഇത്തരം വിഷയങ്ങളിലൊന്നും അഡ്രസ്സ് ചെയ്യാനുള്ളൊരു സെക്സ് എഡ്യൂക്കേഷൻ്റെ അഭാവം നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ രീതിയിലുണ്ട്. അപ്പം ഇഷ്ടമുള്ള, ഞാൻ പറയുന്നത് കുട്ടിയുടെ അവകാശത്തേക്കാൾ ഉപരിയായി ഇതിപ്പം ആ കുട്ടി മരണപ്പെട്ടത് കൊണ്ടോ ആ വിഷയങ്ങൾ പുറത്തു വന്നതുകൊണ്ടോ ആയിരിക്കണം. നമ്മൾ വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്, ഈ വർഷങ്ങളായി ഇതുപോലെ പീഡനം അനുഭവിച്ച് ഇതെന്താണെന്ന് പോലും മനസ്സിലാവാതെ പിന്നീട് തൻ്റെ 15ാമത്തെ അല്ലെങ്കിൽ 20ാമത്തെ വയസ്സിൽ ഇതെന്താണ് തിരിച്ചറിയുമ്പോൾ താൻ അന്ന് അനുഭവിച്ചത് ഇതായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ട്രോമറ്റൈസ്ഡ് ആയി പോകുന്ന ഒരുപാട് പെൺകുട്ടികളുടെ കഥകൾ പറയാൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കുണ്ട്. ധാരാളം പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് ഇനിയെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ്റെ പ്രാരംഭഘട്ടങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ അതൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വ്യക്തിയുടെ സ്വാതന്ത്ര്യമുണ്ടെന്ന് മനസ്സിലാക്കാതെ ഈ രീതിയിൽ ആ കുട്ടീനെ മൃഗീയമായി ട്രീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മാതൃകാപരമായ തന്നെ ശിക്ഷ ഉറപ്പാക്കിക്കൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഇനിയും ഒരുപാട് കുട്ടികൾ നമ്മുടെ വീടുകൾക്കുള്ളിൽ സുരക്ഷിതരല്ലാതെ ഇങ്ങനെ ഉണ്ടാവും. കാരണം ഞാൻ അടുത്തിടെ കണ്ടിട്ടുള്ള ഒരുപാട് വാർത്തകളിലെല്ലാം തന്നെ പീഡനത്തിനിരയാവുന്ന പോക്സോ വിക്ടിംസ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും അടുത്ത ബന്ധുവിനാൽ, രണ്ടാനച്ഛനാൽ, സ്വന്തം വീടിന് തൊട്ടപ്പുറത്ത് അയൽവാസിയാൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകളാണ്. അങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻ, ചില സിറ്റുവേഷനിൽ അമ്മമാർ റിപ്പോർട്ട് ചെയ്യും. അമ്മമാർ തന്നെ ഇത് മറച്ചു വെക്കുന്ന എത്രയോ സിറ്റുവേഷൻസ് ഉണ്ട്. കുട്ടികളുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ടീച്ചർമാരായിരിക്കും ഇത് കണ്ടെത്തുക. ഇതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടണം. ഇത് സമൂഹത്തിൻ്റെ അത്യാവശ്യമായ അഡ്രസ്സ്. ഞാൻ പറഞ്ഞത്, ഇത് മറച്ചു വെച്ച ഒരു സമൂഹമാണ് നമ്മുടേത്. ഇത് കുട്ടിക്കാലത്തെ നമ്മളത്, അതുപോലെ തന്നെ കോ എഡ്യൂക്കേഷൻ, ആണും പെണ്ണും, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് പഠിച്ച് വളരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർ രണ്ടായിട്ടല്ല വളരേണ്ടത്. രണ്ടായിട്ട് വളരുന്നിടത്ത് എല്ലാം ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ അത്രയും അകൽച്ച അവർക്ക് സംഭവിക്കുകയാണ്. സ്കൂളുകളിലെല്ലാം അവർ ഒന്നിച്ച് വളരണം. അവിടെ അവർ ഒന്നിച്ചിടപഴകി വരുമ്പം അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. പുരുഷൻ ഇങ്ങനെയാണെന്നും സ്ത്രീ ഇങ്ങനെയാണെന്നും ഇതൊക്കെ അവർക്ക് പഠിക്കാൻ സാധിക്കും. പുരുഷൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വൈകല്യം വന്നു കഴിഞ്ഞാൽ ഉടനെ സ്ത്രീക്ക് മനസ്സിലാവും. ഇത് പല സ്ത്രീകൾക്കും ഇപ്പോൾ മനസ്സിലാകാറില്ല.
അതേസമയം കൊച്ചിലേ ഇങ്ങനെ വളർന്നു വരുമ്പോൾ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ കൂട്ടുകാരൻ കാണിക്കുന്ന വൃത്തികേട് കാണുന്നത് അവർക്ക് ഉടനെ മനസ്സിലാവും. അവരത് പിന്നെ വലിയ തെറ്റിലേക്ക് പോകാതിരിക്കും. LKG UKG മുതൽ തന്നെ അവർക്ക് ആ ഒരു രണ്ടുപേരും ഒന്നിച്ച് കളിക്കൂട്ടുകാരായി വളരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാതെ മനസ്സിലാവും, പഠിപ്പിക്കാതെ പഠിക്കാൻ പറ്റും. ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഭയങ്കരമാണ്. അതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒന്നിച്ച് പോകാനായിട്ട് സ്നേഹമാണ് പ്രധാനം എന്ന് വരാത്തത് കൊണ്ടാണ്. ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് അയാൾക്കിനി എന്തെങ്കിലും ലൈംഗിക വൈകൃതമില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു കുട്ടിയെ ആക്രമിക്കാൻ സാധിക്കില്ല. ഈ വൈകൃതം വരുന്ന ഇതുകൊണ്ടാണ്. കുട്ടിക്കാലം മുതലേ അയാൾ ഇതിനെ എന്തോ ഒരു ഭയങ്കര സംഗതിയായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന അവസരം ഗ്രാബ് ചെയ്യണം. അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് പോലും നോക്കുന്നില്ല. കിട്ടുന്ന അവസരം മാനസിക വൈകൃതത്തിൻ്റെ ഭീകരതയിൽ അയാൾ തനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങ് ഗ്രാബ് ചെയ്യാണ്. ഇതാണ് ഒരു ദൈവം തന്നിരിക്കുന്ന ഒരു സന്ദർഭം എന്നുള്ള രീതിയിൽ ഗ്രാബ് ചെയ്യാണ്. ആ ഗ്രാബ് ചെയ്യുന്ന മെൻറ്റാലിറ്റിയെ മാറ്റാൻ നമ്മൾ എന്ത് വേണം? അത് വളരെ കുട്ടിക്കാലത്തെ നമ്മൾ ഡെവലപ്പ്. അതാണ് ഈ നമ്മൾ ചൈനയെ കുറ്റം പറയും, അല്ലെങ്കിൽ ജപ്പാനിനെ കുറ്റം പറയും. അവിടെയൊക്കെ അവർ കുട്ടിയായിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ആദ്യമേ ABCD തറാപറയല്ല പഠിപ്പിക്കുന്നത്, ആദ്യം ജീവിക്കാനാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ റോഡ് ക്രോസ് ചെയ്യണം, എങ്ങനെ അയൽക്കാരനുമായിട്ട് ബന്ധം സ്ഥാപിക്കണം, എങ്ങനെ സ്വന്തം വീട് ശുചിയായി സൂക്ഷിക്കണം, എൻ്റെ ശരീരം ശുചിയായി ശരീരത്തിൽ ഏതൊക്കെ അവയവങ്ങളാണുള്ളത്, ആ അവയവങ്ങളിൽ ഏതൊക്കെ, അതിനൊക്കെ ഓരോ പ്രാധാന്യങ്ങൾ എന്താണ്. തീർച്ചയായിട്ടും എന്തായാലും മാറ്റങ്ങൾ ഈ ഒരു എപ്പോഴും നമ്മുടെ സമൂഹം ഒരാൾ മരണപ്പെടുമ്പോൾ മാത്രമാണ് മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇനി അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാതിരിക്കട്ടെ. നമസ്കാരം.